വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ദൈവശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനും അധ്യാപകനുമൊക്കെയായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ ഇന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1262 മുതൽ 1284 വരെയുള്ള നമ്പറുകൾ ആണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് എടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 എപ്പിസോഡിൽ നമ്മൾ മാമോദീസയെക്കുറിച്ചാണ് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. മാമോദീസ നിത്യ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന്, ശിശു മാമോദീസ, ഇങ്ങനെ ഒത്തിരി മാമോദീസയുടെ വലിയ വിശാലമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. പ്രേക്ഷകർക്ക് ഒരുപക്ഷെ വളരെ ഉപകാരപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ സഭ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മാമോദീസ പലപ്പോഴും ഒരു ആചാരമായിട്ട് മാത്രം നമ്മൾ കൊണ്ടാടുന്നു. അതിൻ്റെ ഉൾതലങ്ങളിലേക്ക്, ആഴത്തിലേക്ക് ആളുകളെ എത്തിക്കാനും മാമോദീസയുടെ ആ സത്ഫലങ്ങൾ നിത്യജീവിതത്തിൽ തുടർന്ന് അനുഭവിക്കാനുമൊക്കെ നമ്മുടെ ഈ എപ്പിസോഡ് സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഈ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ കൃപാവരത്തിൻ്റെ ഫലങ്ങൾ അതെന്തെല്ലാമാണ്? വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാമോദീസയിൽ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഉത്ഭവ പാപം, ആദ്യ പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, അത് ആ ഉത്ഭവപാപം ഇല്ലാതാകുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതാണ് മരിക്കുക എന്ന് പറയും, പാപത്തിനെ മരിക്കുക. അതോടൊപ്പം നമ്മളൊരു പുതിയ സൃഷ്ടിയാവുന്നു, ക്രിസ്തുവിൽ ഒരു പുതിയ മകനും മകളുമായിട്ട് മാറുകയാണ്. അപ്പോൾ അത് നമ്മുടെ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അത് പറയുന്നുണ്ട്, പഴയത് നശിച്ചു പുതിയത് വന്നു. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയായി എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഈ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതിൻ്റെ വലിയൊരു ഫലം എന്താണ്? പരിശുദ്ധാത്മാവിനെ തന്നെ സ്വീകരിക്കലാണ്. അപ്പോൾ മൂന്നാമത്തെ വലിയൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുകയാണ് മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ. പിന്നെ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ മാമോദീസ മുക്കി നമ്മൾ ആകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളും ആകുകയാണ്. പുത്രി സ്ഥാനത്തേക്ക് ഒരു കുഞ്ഞ് ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ അതുപോലെ സഭയിലെ അംഗത്വം ലഭിക്കുകയാണ്, സഭയാകുന്ന ശരീരത്തിലെ അംഗത്വം ലഭിക്കുകയാണ്. പിന്നെ മുമ്പ് ഏതോ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ത്രിമാനങ്ങളുണ്ട്, ത്രിധർമ്മങ്ങളുണ്ട് ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക്. പ്രവാചകനായിരിക്കണം, അവൻ രാജാവാണ്, അവൻ പുരോഹിതനുമാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ബലിയർപ്പകനെ എല്ലാവരും ചേർന്നാണല്ലോ നമ്മൾ ബലിയർപ്പിക്കുന്നത്. വൈദികൻ ആ ബലിയർപ്പിക്കുന്ന ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിന്ന് ബലിയർപ്പിക്കുകയാണ് കർത്താവിനോടൊപ്പം. അപ്പോൾ ഓരോ ആത്മായനും, ഓരോ വിശ്വാസിയും, ഓരോ മകനും മകളും ക്രിസ്തു മതത്തിലെ ബലിയർപ്പകരാണ്. ആ അർത്ഥത്തിൽ അവരെല്ലാം പുരോഹിതരാണ്. അതാണ് നമ്മുടെ രാജകീയ പൗരോഹിത്യം. അതുപോലെ നമ്മൾ ക്രിസ്തു രാജാവായതുപോലെ, അത് വെച്ചാൽ നമ്മൾ ടെമ്പറൽ അർത്ഥത്തിലല്ല, ഭൗതികമായ അർത്ഥത്തിലല്ല, ക്രിസ്തുവാകുന്ന ആ രാജാവിൻ്റെ രാജ്യത്വ ഗുണങ്ങൾ നമ്മളിലുണ്ട്. ആ രാജ്യത്വത്തിൻ്റെ പോലുള്ള ഒരു വിളി നമ്മൾ സ്വീകരിക്കുകയാണ്. രാജാവിന് അടുത്ത ആഠ്യത്വത്തോടുകൂടെ, കുലീനത്വത്തോടുകൂടെ ജീവിക്കുവാനുള്ളൊരു വിളിയാണ് ഈ രാജകീയമായ അംഗത്വം എന്ന് നമുക്ക് പറയുന്നത്. അതുപോലെ പ്രവാചകനാണ്, ശരിക്കും ദൈവത്തിൻ്റെ ഇംഗിതം വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കുകയും ഒക്കെ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ ഇങ്ങനെയുള്ള ത്രിമാന ധർമ്മങ്ങളിൽ ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യത്തെ ഇനീഷ്യേഷൻ ലഭിക്കുകയാണ്. അതുപോലെ മറ്റേത് കൂദാശകൾ സ്വീകരിക്കാനുള്ള പ്രവേശനമാണ്. നമ്മൾ വേറൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട്. അതുപോലെ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നവരുടെ സഭയുടെ അംഗമാകുമ്പോൾ ഒരു മെച്ചം എന്താണ്? അവന് തിരുവചനങ്ങൾ വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനുള്ള വലിയ സാധ്യത കിട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ സഭകൾ ഇങ്ങനെ പൊട്ടിത്തൂളി കഷ്ണമായിട്ട് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഔദ്യോഗികമായ ആ ടെക്സ്റ്റിനെ മാനിച്ചുകൊണ്ടുള്ള ദൈവനിവേശിതമായ രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കാനുള്ള സംവിധാനം കത്തോലിക്ക സഭയിലുണ്ട്. അപ്പോൾ അത് വലിയൊരു പൈതൃകമാണ് കത്തോലിക്ക സഭയുടെ. അപ്പോൾ വചനത്തിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനം സ്വീകരിക്കാനുള്ള സാധ്യത ഈ സഭയുടെ അംഗമാകുന്നത് ഈ മാമോദീസയിലൂടെ ലഭിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല, മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു സഭയുടെ ഒരു ഗാത്രത്തിലെ ഒരു മെമ്പർ ആകുമ്പോൾ ഉള്ള മെച്ചം വെച്ചാൽ ആൾക്ക് ഒരു കമ്മ്യൂണിറ്റി കിട്ടുകയാണ്. എല്ലാ സമയവും ആളെ അക്കമ്പനി ചെയ്യാൻ. ഇപ്പം നമ്മുടെ കേരളത്തെ പോലുള്ളൊരു സ്ഥലത്ത് ഒരുപാട് ക്രിസ്ത്യാനികളുള്ളപ്പോൾ ഒരുപക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ
നമ്മുടെ ഇവിടെ നിന്ന് വേറൊരു നാട്ടിൽ പോയി ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ, അവർ ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ് ശരിക്കും ഒരു ടൗണിലെ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ മാനമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ യൂറോപ്പിലൊക്കെ പലപ്പോഴും കുറേ നാളുകൾ ജീവിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും യാതൊരു വാല്യൂ അതിനില്ല. പക്ഷേ നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥനാ സമൂഹത്തിൽ അംഗമാകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു നാട്ടിൽ ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ, ഒറ്റപ്പെട്ടതിൻ്റെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ, ജോലിയില്ലാത്തതിൻ്റെ, അങ്ങനെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് താങ്ങും തണലും ആകാനായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു, വെറും ഭൗതികമായ അർത്ഥത്തിൽ. ഇനി വിശ്വാസപരമായിട്ടോ ഭയങ്കര സഹായമാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുപ്പക്കാരായ ആളുകൾ ഈ പല ടൗണുകളിലൊക്കെ സീറോ മലബാർ സഭയുടെ കാര്യം ഇപ്പോൾ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഏത് സഭയുടെ കാര്യം ആയിക്കോട്ടെ, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന യുവാക്കൾ ചിലപ്പോൾ ടൗണുകളിൽ ചെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ അവസരങ്ങളിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെങ്കിൽ അവിടെ ഒരു പാരീഷ് ഉണ്ടാവണം, ഒരു സമൂഹം ഉണ്ടാകണം. അപ്പോൾ ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവിടെ ഞായറാഴ്ച വന്നു, കുർബാനയിൽ പങ്കെടുത്തു, കൂദാശകൾ സ്വീകരിച്ചു, ആത്മീയ ജീവിതത്തിന് നിഷ്ഠയായി, അതോടുകൂടെ ജീവിതത്തിൻ്റെ ക്രമവും ചിട്ടയായി ആ ആൾ സത്യസന്ധമായ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് അദൃശ്യമായ കുറേ ഗുണങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നു. ഒപ്പം സഭയുടെ ഗാത്രമാകുന്നവരുടെ ദൃശ്യമായ സമൂഹത്തിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിലെ ആ മാമോദീസ നൽകുന്ന കൃപാവരങ്ങൾ എണ്ണമറ്റതാണ്. അതോടൊപ്പം തന്നെ അച്ഛാ, ഈ മാമോദീസ എന്ന് പറയുന്നത് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, കാറ്റഗിസം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ്? എന്ത് മുദ്രയാണ് അത് പതിക്കുന്നത്? അത് മുദ്ര എന്നുള്ളത് ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്, ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചില മുദ്രകൾ, മുദ്രക്കടലാസ് എന്ന് പറയില്ലേ, മുദ്രക്കടലാസ്. അപ്പോൾ മുദ്രക്കടലാസിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. അതിൽ എഴുതി ഒപ്പുവെച്ച കാര്യങ്ങളോട് നമ്മൾ ബൗണ്ടഡുമാണ് വളരെയധികം. അപ്പോൾ ഇങ്ങനെ ഉള്ള രീതിയിൽ അത് സീൽ ചെയ്യപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് നീ, ക്രിസ്തുവിൻ്റെ പ്രോപ്പർട്ടിയാണ്, ക്രിസ്തുവിനെ അവകാശപ്പെട്ടതാണ്, ക്രിസ്തുവിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു മുദ്രയാണ് നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദൈവ വിളിയാണ്. അതായത് ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ആ നമ്മളെ പാപത്തിൻ്റെ ആ മാലിന്യങ്ങളിൽ നിന്ന് മാറ്റി പരിശുദ്ധാത്മാവിൽ പുതിയ സൃഷ്ടിയായിട്ട് ക്രിസ്തുവിൻ്റെ മകനും മകളും ആകുന്നതിലൂടെ നമ്മൾ മുദ്ര വയ്ക്കപ്പെടുകയാണ്. എന്തിന്? ഈ ക്രിസ്തുവിൻ്റെ പ്രോപ്പർട്ടീസ് ജീവിക്കാൻ. അതായത് ക്രിസ്തുവിൻ്റെ ആ രണ്ട് രീതിയിലും. അപ്പോൾ ഇമേജ് എന്ന രീതിയിൽ ആ ക്രിസ്തുവിൻ്റെ തന്നെ ഒരു ഛായ നമ്മളിലെ ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. പിന്നെ ഒരു ക്രിസ്തുവിനോടുള്ള സാദൃശ്യം, ലൈക്ക്നെസ്, അതിലൂടെ വരുന്നത് എന്താ? നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നതിൽ, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ, നമ്മുടെ നന്മകൾ ഉപയോഗിക്കുന്നതിൽ, ഇതെല്ലാം ക്രിസ്തുവിനെ പോലെ തന്നെ ജീവിക്കണം. അതാണ് ഈ മുദ്ര ചാർത്തുന്നത്. ഒരു ഡെഡ് ആൻഡ് ഫിനിഷ്ഡ് വർക്കല്ല, കഴിഞ്ഞു പോയ കാര്യത്തിനെ സ്ലാബ് ചെയ്യുന്നൊരു പരിപാടിയല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ സ്വന്തമായി, ഇനി ക്രിസ്തുവിൻ്റെ വക്താവായിട്ട് വേണം ഞാൻ ജീവിക്കാൻ. എവിടെയൊക്കെ ആയിരിക്കുന്നുവോ ക്രിസ്തുവിൻ്റെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം എന്നുള്ള വലിയ ഒരു ക്രൈസ്തവ വിളിയുടെ ഒരു പ്രകടനമായ അവതരണമാണ് നീ മുദ്ര ചാർത്തുന്ന കൂദാശയാണ് എന്ന് പറയുന്നത്. അത് മാഞ്ഞു പോകുന്നില്ല, എന്നേക്കും ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിൽ അവൻ മുദ്ര കുത്തപ്പെടുകയാണ്, ഒരു ക്രിസ്തുവിൻ്റേതാണ് എന്നൊരു മുദ്രയാണ് അവിടെ കുത്തപ്പെടുന്നത് അല്ലേ? അതെ. ഈ മാമോദീസായിലും നമ്മൾ പുതിയ സൃഷ്ടിയാകുന്നു, ക്രിസ്തുവിൽ പാപത്തിൽ മരിക്കുന്നു, പുതിയ സൃഷ്ടിയാകുന്നു എന്ന് നമ്മൾ പറയുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷയിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും നമുക്ക് ഈ പാപാവസ്ഥയിൽ നമ്മളാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ പിന്നെ മാമോദീസായിലൂടെയൊക്കെ രക്ഷ വന്നെങ്കിൽ പിന്നെയും നമ്മൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്? മനുഷ്യൻ എന്നും മനുഷ്യനാണ്. മനുഷ്യൻ ലോകത്തിലാണ് വസിക്കുന്നത്. മനുഷ്യന് ശരീരമുണ്ട്, അത് പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. മനുഷ്യൻ ഒരു സമയത്ത് ജീവിക്കുന്നവനാണ്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്. ഒരു സംസ്കൃതിയുടെ ഒരു പര്യായമാണ് അവൻ, ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് അവൻ. അപ്പോൾ ആ സംസ്കൃതിയിൽ ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക ഒരു ദേശത്ത് അവിടെ ഉള്ള പല മനുഷ്യരുടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ അതിൽ പല പോരായ്മകളും ഉണ്ടാവും.
ആ സമൂഹത്തിന് തന്നെ നന്മ തിന്മകളെക്കുറിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളുണ്ടാവും. കാരണം മനുഷ്യൻ ബലഹീനനാണ്. പാപാവസ്ഥയിലേക്കുള്ള പാപം ചെയ്യാനുള്ളൊരു പ്രേരണ കൂടി മനുഷ്യനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനുഷ്യനല്ല, ദൈവമാണ്. മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അവൻ അതോ ഇന്ദ്രിയ ഗോചരമായ ഒരു സ്വത്വമാണ് മനുഷ്യൻ. അപ്പോൾ ശരീരം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലാണ് ജീവിക്കണമെങ്കിൽ അവൻ ഈ വാസനകൾക്ക്, അവൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങൾക്ക് അവൻ അതിനെ എപ്പോഴും അവന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതില്ല എങ്കിൽ പിന്നെ മനുഷ്യനില്ല. ഈ വാസനകളൊന്നുമില്ല എന്ന് വിചാരിക്കുക. വാസനകളൊന്നുമില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണുള്ളത്? ഒരു മനുഷ്യനെ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറഞ്ഞതില്ല. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിച്ച രീതിയിലുള്ളൊരു സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഈ പാപം ചെയ്യാനുള്ളൊരു സാധ്യത അവനില്ലെങ്കിൽ, അങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലെങ്കിൽ അവൻ പിന്നെ നന്മ ചെയ്യുന്നതിന് ഒരർത്ഥമില്ല. റോബോട്ടിക്കാവും അവൻ. ഇന്നിപ്പോൾ റോബോട്ടിൻ്റെ കാലമല്ലേ. ഫിക്സഡായിട്ട് കമ്പ്യൂട്ടർ ഇങ്ങനെ ഈ മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ, ആ രീതിയിലൊരു പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. പിന്നെ അവൻ്റെ ഒരു പ്രവൃത്തികൾക്കും മേന്മയില്ല. കാരണം സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു കാര്യമാണ് മേന്മയുള്ളതായിട്ട് തീരുന്നത്. എപ്പോഴും മനുഷ്യനിൽ നന്മയും തിന്മയും ഉണ്ടാവും. നന്മയും തിന്മയും ഉണ്ടായാലേ മനുഷ്യനുള്ളൂ. അത് ഈ കവികളൊക്കെ വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛൻ ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് പറയുന്ന 2 വരി ഞാൻ ഓർക്കുകയാണ്. പാർക്കുമ്പോൾ ഗുണദോഷം മിശ്രമായിട്ടേ വരൂ. പാർക്കുമ്പോൾ ഗുണദോഷം, ഗുണവും ദോഷവും മിശ്രമായിട്ടേ വരൂ. അത് ഒരു ഗുണം മാത്രമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല. ഈ ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ കേസാണത്. വെളിച്ചം മാറുമ്പോൾ അവിടെ ഇരുട്ടായി, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോയി. പക്ഷെ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇത് പാർക്കുന്നത്, ഇത് വസിക്കുന്നത് ഗുണദോഷം മിശ്രമായിട്ടേ വരൂ. ആർക്കുമേ ഗുണജാലം ദോഷം കൂടാതെ വരാ. ആർക്കും ഗുണജാലം, ഗുണപരമായ കാര്യങ്ങൾ ദോഷം കൂടാതെ വരികയില്ല. അപ്പോൾ ഈ ദോഷവും ഗുണവും ഒരുമിച്ചേ യാത്ര ചെയ്യുള്ളൂ. അത് മനുഷ്യനായിരിക്കുന്നിടത്തോളം അതുണ്ടാവും. യേശുവിലും ഈ മനുഷ്യനും ദൈവവുമായ യേശുവിലെ ഈ പാപത്തിൻ്റെ വാസനകൾ ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനെ സാധാരണ മനുഷ്യരിൽ നിന്ന് വേർപ്പെടുത്തി നിർത്തിയത് അവൻ ഈ പാപത്തിൻ്റെ വാസനകൾക്ക് അടിമപ്പെട്ടില്ല എന്നാണ്. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എഴുതിയ KP അപ്പൻ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത്, യേശു ചെയ്ത കുറേ അത്ഭുതങ്ങൾ ആ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു, യേശു പരസ്യ ജീവിത കാലഘട്ടത്തിൽ കുറേ അത്ഭുതങ്ങൾ ചെയ്തു. രോഗികളെ സുഖപ്പെടുത്തി, കടലിനെ ശാന്തമാക്കി, തളർവാതിരോഗികളെ എണീപ്പിച്ച് നടത്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പുള്ളി പറയുകയാണ്, KP ഈ ഹൈന്ദവനായ ഒരു സാഹിത്യകാരൻ, ഒരു സാഹിത്യ വിമർശകൻ, അദ്ദേഹം ബൈബിളിനെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? പക്ഷേ യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന് ശേഷം പിശാച് അവനെ പരീക്ഷിച്ച 3 പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ആ 3 പരീക്ഷണങ്ങളെ ഈ മനുഷ്യൻ അതിജീവിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ്. അതാണ് ഞാൻ യേശുവിനെ യേശുവായിട്ട് കാണുന്ന, അത്ഭുത മനുഷ്യനായിട്ട് ദൈവമായിട്ട് ചിത്രീകരിക്കുന്ന വിശ്വാസത്തെ മനസ്സിലാക്കുന്നതെന്ന് KP അപ്പൻ പറയുമ്പോൾ അതിന് വലിയൊരു മാനം കടന്നു വരികയാണ്. ഏറ്റവും വലിയ അത്ഭുതം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു വിശ്വാസിയായ ആൾ പറയുന്നത് 40 ദിവസം പട്ടിണി കിടന്നിട്ടും കല്ലിനോട് അപ്പമാകാൻ പറയുമ്പോൾ പറയാൻ അദ്ദേഹത്തിന് സാധിക്കും, അത് അപ്പമാകും. പക്ഷെ അതിനുള്ള കഴിവുണ്ടായിരിക്കെ തനിക്ക് വേണ്ടി, തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ കഴിവ് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. മറ്റുള്ളവർക്ക് അപ്പം കൊടുക്കാൻ വേണ്ടി 5000 പേരെ തീറ്റിപ്പോറ്റിയിട്ടുണ്ട്. പക്ഷേ പട്ടിണി കിടന്ന് 40 ദിവസം കഴിഞ്ഞ് അത്, അല്ലെങ്കിൽ പിശാച് പറയുന്നുണ്ട്, നീ ഒന്ന് എന്നെ വണങ്ങിയാൽ മതി, ഈ ലോകം മുഴുവൻ നിൻ്റെയാണ്. ആ പ്രലോഭനത്തിന് പുള്ളി അടിമപ്പെടുന്നില്ല. അപ്പോൾ അതിലൂടെ വലിയൊരു കാര്യം അദ്ദേഹം നമ്മളോട് പറയുകയാണ്, ക്രിസ്ത്യാനികളോട്. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത്
അവൻ പൂർണ്ണമായിട്ടും മനുഷ്യനായിരുന്നപ്പോൾ തന്നെ അവൻ ഈ മനുഷ്യൻ്റെ ചപലതകൾക്ക് അടിമപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഈ പാപത്തോടുള്ള വാസന ഉണ്ടാവും. ആ വാസന ഇല്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യത്വത്തോടുകൂടെ ജീവിക്കുന്നതിന് അർത്ഥമില്ല. അവൻ വെറും യന്ത്രമനുഷ്യനാണ്. ആദ്യം മുതലേ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഡിറ്റർമിൻഡ്. അതിന് ദൈവശാസ്ത്രത്തിൽ വേറെ പ്രീ ഡിറ്റർമിനേഷൻ എന്നൊക്കെയുള്ള ചിന്തകൾ വേറെ കിടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദൈവം മനുഷ്യന് കൊടുത്ത വലിയ ഒരു സവിശേഷത ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് തന്നെ മനുഷ്യൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ അവൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ബിജു പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പങ്ക് മനുഷ്യനും കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അവൻ അതുകൊണ്ടാണ് ദൈവരാജ്യം ബലവശ്യമാണെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അത് സമരം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ്. ആരോട്? നമ്മളോട് തന്നെ, എൻ്റെ ഇച്ഛകളോട്, എൻ്റെ അഹത്തോട്. അത് മനോഹരമായിട്ട് ഒരു ഗ്രിഗറി തമ്പി വട്ടയാർ എന്ന് പറയുന്ന ഒരു ആൾ, ഒരു ആലപ്പിയിൽ നിന്ന് ഇറങ്ങണ മുഖരേഖ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു അവിടെ. ഞാനെപ്പോഴും ഈ കവിതകൾ നോക്കും, കുഞ്ഞു വലിയ ആൾക്കാരുടെയും നോക്കും, ചില ചെറു നോക്കും. ഈ കവിതകളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം ഇത് ബലവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്ന വേറൊരു കവിത ഞാൻ അതിൽ ചെറിയൊരു ഭാഗം വായിക്കാം. ഉണ്ട് ചെന്നായ്ക്കൾ രണ്ടെണ്ണമെന്നുള്ളിൽ നല്ലതും ചീത്തതും, ഉണ്ട് ചെന്നായ്ക്കൾ രണ്ടെണ്ണം എന്നുള്ളിൽ നല്ലതും ചീത്തതും, തമ്മിലടിയാണ് അവരെപ്പോഴും. ഇപ്പോൾ രണ്ട് ചെന്നായ്ക്കൾ എൻ്റെ ഉള്ളിലുണ്ട്, ഒരു ചെന്നായ നല്ലത്, ഒരു ചെന്നായ ചീത്ത. ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ആരു ജയിക്കും ആരു തോൽക്കും അറിയില്ല എനിക്ക് ഒരു നേരവും. മനുഷ്യൻ്റെ യഥാർത്ഥമായ അവസ്ഥ ഇതാണ്. നിരന്തരമായിട്ട് നമ്മൾ സമരത്തിലാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ശക്തികൾ. പൗലോസ് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സമരത്തെ ഇയാൾ വളരെ മനോഹരമായിട്ട് ഈ ഗ്രിഗറി എന്ന് പറയുന്ന ആളുടെ കവിതയിൽ വരുവാണ്. ആര് ജയിക്കും ആര് തോൽക്കും അറിയില്ല എനിക്കൊരു നേരവും. എന്നിട്ട് വളരെ മനോഹരമായിട്ട് കവിത അയാൾ അവസാനിപ്പിക്കുകയാണ്. നീ ആർക്ക് ഭക്ഷണം കൊടുക്കുന്നുവോ അയാൾ വിജയിക്കും തീർച്ച. ഈ രണ്ട് ചെന്നായ്ക്കൾ നമ്മുടെ ഉള്ളിൽ സമരം ചെയ്യുവാണ്. നന്മയുടെ ഒരു ചെന്നായും തിന്മയുടെ ചെന്നായും. നീ ആരെയാണോ നറിഷ് ചെയ്യുന്നത്, ആർക്കാണോ ഭക്ഷണം കൊടുക്കുന്നത്, ആരെയാണ് തീറ്റിപ്പോറ്റുന്നത്, ആരുടെ വാസനകൾക്ക് അനുസരിച്ചാണോ നീ പ്രതികരിക്കുന്നത്, അതിനനുസരിച്ച് ആ ആൾ ജയിക്കും. അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ സ്വേച്ഛയോടും ക്രിസ്തു നൽകിയ ഈ പ്രസാദപരമാകുന്ന പ്രകാശവും ഇവ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ പലപ്പോഴും നമ്മൾ ഈ സ്വേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, അത് എല്ലാ മണ്ഡലങ്ങളിലും. അപ്പം അതുകൊണ്ട് സ്വേച്ഛ മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ പ്രസാദപരം കുറയുകയാണ്, നഗ്നനാകപ്പെടുകയാണ് വാസ്തവത്തിൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ നഗ്നതയിൽ അപ്പോൾ ഇതിൽ വേറൊരു കൺഫ്യൂഷൻ ചിലർ വരുവേ. അപ്പോൾ നമ്മൾ ഈ പാപത്തിന് അങ്ങനെ അടിമപ്പെടാനുള്ള പ്രലോഭനം ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ അടിമപ്പെടുന്നത്. മനുഷ്യൻ ബലഹീനനാണ്, നമ്മളെ കേൾക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, മനുഷ്യൻ അങ്ങനെയാണ്. അതൊരു നല്ല സമീപനമല്ല. കാരണം അങ്ങനെ പറയുമ്പോൾ അതിനൊപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഈ പാപത്തിലേക്കുള്ള ചായ്വ് ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നന്മയിലേക്കുള്ള ചായ്വും മനുഷ്യനിലുണ്ട്. നേരത്തെ കവിതയിൽ കണ്ടതുപോലെ നല്ല ചെന്നായി ഉണ്ടാകത്ത്. എനിക്ക് ക്രിസ്തുവിൻ്റെ മാമോദീസ സ്വീകരിച്ചു, പ്രസാദവരം ലഭിച്ചു, വിവിധ ഉദാശകൾ നൽകിയിരിക്കുന്നു. അത് സ്വീകരിച്ചുകൊണ്ട് അനുനിമിഷം എൻ്റെ ഉള്ളിലുള്ള ഈ പാപത്തിൻ്റെ അവസ്ഥയ്ക്ക് എതിരെ പൊരുതാനുള്ള ശക്തി ഓൾറെഡി ദൈവം നമുക്ക് ഈ ഓരോ മതവിശ്വാസങ്ങളിൽ അതിൻ്റേതായ രീതിയിൽ ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു മതത്തിൽ നമുക്ക് കൂദാശകളിലൂടെ അത് സമ്പന്നമാണ്, വചനത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ, സഭയുടെ ഗാത്രത്തിലൂടെ. അപ്പോൾ ഇതൊരു എക്സ്ക്യൂസായിട്ട് കാണരുത്, ഒരു ഒഴിവ് കഴിവ് പറയരുത്. എന്നിൽ പാപത്തിൻ്റെ തിന്മയുടെ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ലാക്സിറ്റി, എന്തു ആവാം എന്നുള്ള രീതിയിലുള്ളൊരു രീതിയിലേക്ക് ഇത് പോകരുത്. അതായത് ഞാൻ തിന്മയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ് എന്നുള്ള ഒരു രീതി കാണരുത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ രണ്ടും ഉണ്ട്. സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ നന്മയിലേക്ക് നീങ്ങാനും തിന്മയിലേക്ക് നീങ്ങാനും ഈ രണ്ടിനുമുള്ള പ്രചോദനവും മാർഗങ്ങളും ഈ സഭയിലുണ്ട്.
നമ്മൾ ക്രിസ്ത്യാനിയാകുന്ന ഒരാൾക്കുണ്ട്. ആ റിസോഴ്സസ്, ആ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ ക്രിസ്തുവുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവായി രൂപപ്പെടുന്ന ഒരു പ്രക്രിയയായി തുടങ്ങുന്നതാണല്ലോ മാമോദീസ. അപ്പോൾ ഈ ക്രിസ്തു നേരിട്ടൊരു പ്രലോഭനം, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ വിചാരിക്കുന്നു ഈ സാത്താൻ പുറത്തുനിന്നും വന്ന് പ്രേരിപ്പിച്ചതായിരിക്കില്ല, അതൊരു വിവരണമാണ്. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്വേച്ഛയും ക്രിസ്തു ബോധവും തമ്മിലുള്ള ഒരു സംഘട്ടനമായിരിക്കാം ഒരുപക്ഷെ ക്രിസ്തു നേരിട്ടത്. ഈ പറഞ്ഞ പോലെ അവനവന് വേണ്ടി ഇതൊക്കെ ചെയ്യണോ അതോ എല്ലാവർക്കും എല്ലാമായി തീരണോ എന്നൊരു സംഘർഷം ക്രിസ്തുവിനുണ്ടായിരുന്നിരിക്കാം. അതുപോലെ ഒരു മറ്റൊരു മിശിഹായാവണോ, അതോ ഒരു സഹനദാസനാകണോ, ഈ ഒരു സംഘർഷം. അതെ അല്ലേ? അത് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ബിജു പറഞ്ഞു. അതായത് യേശുവിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഈ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനാകുക, നേതാവാകുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൺസെപ്റ്റാണ്. അതായത് ഒരു രാജകീയമായ ഒരു മിശിഹായെക്കുറിച്ചുള്ള ഒരു പ്രലോഭനം യേശുവിനെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അതിനെ മറികടക്കുകയാണ്, അല്ല കുരിശിൻ്റെ വഴിയാണ് എൻ്റെ യഥാർത്ഥമായ വഴി, അതിലൂടെയാണ് ഞാൻ രാജാവാകേണ്ടത് സഹനദാസനായിട്ട് എന്നുള്ള ആ വലിയ അങ്ങയുടെ ഇപ്പോൾ പറഞ്ഞ ആ കാര്യം വളരെ വ്യക്തമാണ്. സ്വന്തം സ്വേച്ഛയും അതുപോലെ ദൈവികമായ സ്വത്വവും തമ്മിൽ നടന്ന ഒരു സമരമായിട്ട് അങ്ങ് അത് അവതരിപ്പിച്ചു. ഇത് മനഃശാസ്ത്രത്തിൽ വേറൊരു രീതിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇത് എന്ന് പറയുന്നത് ഞാൻ ആയിരിക്കുന്നതാണ്. ആ സെൽഫ്, പിന്നീട് ഇത് ഈഗോ സെൽഫ്, പിന്നെ സൂപ്പർ ഈഗോ ഉണ്ട്, ഞാൻ ആയിത്തീരേണ്ടതാണ്. പലപ്പോഴും എനിക്കിത് തോന്നിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇത് തമ്മിലുള്ള സംഘടനയാണ് നടക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതും ആയിത്തീരേണ്ടതും തമ്മിലുള്ള ഒരു സംഘടനം. അത് ഈ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാം. ഞാൻ യഥാർത്ഥത്തിൽ ആയിരിക്കുമ്പോൾ എന്നിൽ ഈ രണ്ടും ഉണ്ട്, പാപത്തിൻ്റെ അവസ്ഥയുണ്ട്, എന്നാൽ ബേസിക് ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ട്, സങ്കലിതമാണ് അത് തീർച്ചയായിട്ടും. എന്നാൽ അതിൽ നന്മയുടെ പാക്കേജും ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ആയിത്തീരേണ്ടതിൽ ഈ പ്രശ്നം നമ്മൾ ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരോഹിതനാകുമ്പോൾ നല്ലൊരു വിവാഹിത കഴിച്ച് ജീവിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ സൊസൈറ്റി ആഗ്രഹിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ ക്രൈസ്തവികതയുടെ പൂർണ്ണതയിലേക്കൊരു വിളി അങ്ങേ സൈഡിൽ നിൽക്കുന്നുണ്ട്, ആയിത്തീരേണ്ടത്. ഇത് തമ്മിൽ പലപ്പോഴും ഒത്തുകൊണ്ടുപോകാനായിട്ട് ഈ സെൽഫിനെ, ഈഗോയ്ക്ക് സാധിക്കാതെ വരുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും വലിയ ബ്രേക്ക് ഡൗണിലേക്ക് വീഴുന്നത്. അപ്പോൾ ഇതിനെ പല രീതിയിൽ കാണാം. അങ്ങനെ അസ്തിത്വാത്മകമായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ കണ്ടു. മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ വേറെ തലങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കാണുന്നത് ഈ രണ്ട് ശക്തികളും നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ആ രണ്ട് ശക്തികളും ഉള്ളത് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയാണ്. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സമരമാണ്. ആ സമരത്തിൽ അവൻ നിരന്തരമായി അവനോട് തന്നെ കലഹിച്ച് അവൻ്റെ അഹത്തിൽ നിന്ന് പുറത്തു കടന്ന് ദൈവികമായ സത്തയോട് ഉള്ള തെരഞ്ഞെടുപ്പ് അവൻ നടത്തണം. അപ്പോഴാണ് അവൻ നിത്യജീവനെ അവകാശപ്പെടുന്നതും അവൻ്റെ മനുഷ്യത്വം തന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതും. കാരണം അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവികതയാണ്. അപ്പോൾ ഈ മാമോദിസ എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ കുദാശയാണ്, നമുക്ക് രക്ഷ നേടിത്തരുന്നു എന്ന് പറയുമ്പോഴും ഈ രക്ഷ നമ്മൾ നിത്യജീവിതത്തിൽ സാധ്യതമാകണമെങ്കിൽ നമ്മൾ ഒരു ക്രിസ്തു അനുഭവിച്ച ഈ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ നിത്യം കടന്നു പോകേണ്ടതുണ്ട്. പലപ്പോഴും അത് ഈ പ്രത്യേകിച്ച് പെന്തക്കോസ്തൽ സഭകളൊക്കെ പറയുന്നത് മാമോദിസ മുങ്ങി രക്ഷിക്കപ്പെട്ടു, ഇനി നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ രക്ഷയുടെ അവകാശികളായി ഇനി എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയും ജീവിക്കാം, ക്രിസ്തു മൂല്യങ്ങൾക്ക് അനുസരിച്ചൊന്നും ജീവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മാമോദിസ മുങ്ങിയാൽ മതി എന്നൊരു തോന്നൽ വരും. പക്ഷേ മാമോദിസയ്ക്ക് നമ്മൾ കത്തോലിക്ക സഭ നൽകുന്ന ഒരു അർത്ഥത്തിൽ ഈ മാമോദിസായുടെ ഫലങ്ങൾ, വരങ്ങളും ദാനങ്ങളും എല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. അതായത് മാമോദിസ എന്ന് പറയുന്നത് നിത്യജീവിതത്തിലേക്കുള്ള പാസ്പോർട്ടോ വിസ കിട്ടിയ ഒരു സ്റ്റാറ്റിക് അനുഭവമായിട്ട് കാണുമ്പോഴാണ് വിഷയം. മാമോദിസയെ ഒരു വിളിയായിട്ട് കാണണം. വളരെ കറക്റ്റാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടൊരു വിളിയാണ്. അത് ഏത് അവസ്ഥയിൽ ജീവിച്ചാലും, അച്ഛനായാലും മെത്രാനായാലും അൽമായനായിട്ട് ജീവിക്കുകയാണെങ്കിലും അത് ഇറ്റ്സ് എ വൊക്കേഷൻ, ഒരു കോൾ, ഇതൊരു വലിയൊരു വിളിയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അതിനെ മനസ്സിലാക്കുകയില്ല. അങ്ങനെ മനസ്സിലാക്കുന്നത്, ഇത് കിട്ടിക്കഴിഞ്ഞ് അവസാനിച്ചു പോയ ഒരു ഡെഡ് കാര്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ വീക്ഷണമല്ല. അത് ഒരിക്കലും മാമോദിസയുടെ ആന്തരാർത്ഥം ജീവിക്കാനായിട്ട് ആ വ്യക്തിയെ സഹായിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നിത്യജീവിതത്തിൽ മാമോദിസ കഴിഞ്ഞ് അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ അവൻ വീണു പോകുമ്പോൾ
അവന് താങ്ങായി നിൽക്കുകയും അവന് വീണ്ടും ആ ഒരു പ്രസാദപുരത്തിലേക്ക് വരാനായിട്ടും സഭയിൽ അതിനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. അതാണ് കുമ്പസാരം, കുർബാന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ ഓരോ വിവാഹ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വിവാഹം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന പ്രസാദവരം അതിന് യോജിച്ചതാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വീഞ്ഞ് ഇല്ലാതായി പോകുന്ന ആ സന്ദർഭങ്ങളിൽ മാതാവിനെ വിളിച്ചും ദൈവത്തിൻ്റെ ആ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ജീവിക്കുമ്പോൾ വചനം അവരെ അതിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് ഒരേ സമയം വിളിയായിട്ട് തന്നെ മാമോദീസായെ കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ മാമോദീസായിൽ പഠിക്കേണ്ട ഒരു കാര്യം. അച്ഛൻ ഈ പറഞ്ഞ ഒരു ഇത് മാമോദീസ ഒരു വിളിയാണ് എന്നുള്ളത് അതൊരു വലിയൊരു ബോധ്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു മാമോദീസായുടെ ഈ വിളിയുടെ തലങ്ങളും അർത്ഥതലങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ കുമ്പസാരം എന്ന കുദാശയ്ക്ക് വലിയൊരു അർത്ഥം ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? അത് നിരന്തരമായിട്ട് നമ്മൾ വീഴുകയും എഴുന്നേൽക്കുകയും നിമ്നോന്നതമായിട്ട് കുറേ നാൾ നമ്മൾ ഒരുപക്ഷെ ഞാൻ എല്ലാത്തിനെയും അതിജീവിച്ചു, ഞാൻ ഈ ഒരു പുണ്യത്തിൻ്റെ വിശുദ്ധിയുടെ ഉത്തുംഗങ്ങളിലേക്ക് നടന്നു കയറി എന്ന് വിചാരിക്കുന്ന ആ നിമിഷമാണ് പിറ്റേ ദിവസം 200 അടി അല്ലെങ്കിൽ 2 കിലോമീറ്റർ താഴ്ചയിലേക്ക് നമ്മൾ പതിക്കുക. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ രഹസ്യാത്മകമായ കാര്യം. ഒരൊറ്റ കയറ്റം കൊണ്ടിങ്ങനെ കയറി അവസാനിക്കുന്ന ഒരു യാത്രയല്ലത്. ആ കയറ്റത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ബലഹീനനായിട്ട് ചിലപ്പോൾ താഴെ വീഴും. പത്രോസ് എത്രയോ പ്രാവശ്യം വീണു. പത്രോസിൻ്റെ മുഴുവൻ ആ സുവിശേഷങ്ങളിലൂടെ പത്രോസിൻ്റെ 10-12 എപ്പിസോഡുകൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ആ പത്രോസിൻ്റെ വളർച്ച ഏറ്റവും കർത്താവേ നീയാവുന്നു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴാണ് സാത്താനെ ദൂരെ പോകുക എന്ന് കർത്താവ് അവനോട് പറയുന്നത്. ഇതാണ് ഈ പത്രോസ്. അപ്പോൾ അങ്ങനെയുള്ള വളർച്ച നമ്മുടെ ഈ മാമോദീസ സ്വീകരിച്ച ആളുകൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ഓർക്കണം. എപ്പോഴും ഞാൻ വിശുദ്ധിയിലേക്ക് മെച്ചപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും ഞാൻ പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതയിലാണെന്ന് വിചാരിച്ച് എളിമപ്പെട്ടുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക മാത്രമാണ് ഈ സമരത്തിൽ വിജയിക്കാനുള്ള വഴി. ഓക്കെ അച്ഛാ, നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഏതായാലും മാമോദീസയെക്കുറിച്ച് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലൂടെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് സംവദിച്ചതിൽ നിന്നും മാമോദീസ എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു വലിയ ഒരു ബോധ്യം ഇത് കാണുന്നവർക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും മാമോദീസയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മറ്റു കുദാശകളെ മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും കുറേ കൂടി അതിൽ ആഴപ്പെടുവാനുമൊക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. മാമോദീസ ഒരു വിളിയാണ്, ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ഒരു കവാടവുമാണ്. മാമോദീസ സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഏർപ്പെടുന്നൊരു സംഘർഷമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള സ്വേച്ഛയും ക്രിസ്തുബോധവും തമ്മിലുള്ള സംഘർഷം. ക്രിസ്തുബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി തീരുവാനുള്ള ഒരു വിളിയാണ് ഓരോ മാമോദീസായും എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.